അതും എവിടെയൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ എന്താണ് നടന്നതെന്ന് സഹോദരിമാര് മുമ്പിലുള്ളതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ, ബോധമില്ലാത്ത. പണ്ട് കാലത്ത് ചില കുറിച്ച് പറയും നടന്ന് പെടുക്കുക എന്ന് കേട്ടിട്ടുണ്ട്. നടന്ന് പൂശുന്ന ആദ്യമായിട്ട് വെക്കുക. അതൊരു MLA, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MLA. ഒന്നും നടന്നിട്ടില്ല ഇവിടെ. അതിനിപ്പോ ഇവിടെ എന്തെങ്കിലും നടന്നാൻ എന്തു ആളിയാ നീ വിചാരിക്കുന്ന പോലെ ഞാൻ അതിനെന്ത് വിചാരിച്ചു. ആദ്യം ഈ വിദ്വാനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ അന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ, മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ, പാട്ടി, ഒരു സിനിമാ നടിയായിരുന്ന ഫേമസ് സിനിമാ നടിയായിരുന്നു. ഇന്റർവ്യൂ നടത്തിയത് ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. അടിപൊളി. തന്നെ മുകേഷിന്റെ മുൻ ഭാര്യ പറഞ്ഞത് ഇയാൾക്ക് സ്ത്രീകളെ കാണുമ്പോൾ ഒരുതരം ഞരമ്പ് രോഗം. അയ്യോ, ആൾക്കാരെന്നെ കുറിച്ച് വെറുതെ പറയുന്നത് അങ്ങനെ. അങ്ങനെ അവസാനം ഇവര് ഡൈവോഴ്സ് ചെയ്തു പോയി. അപ്പോഴാണ് രണ്ടാമതൊരു വിവാഹം കഴിച്ച് അതിന് മേതിൽ ദേവിക. ഈ പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ലേ? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. ആദ്യം ഇലക്ഷൻ മത്സരിക്കുമ്പോ ഈ രണ്ടാം ഭാര്യ ഒപ്പം തന്നെയുണ്ട്. കാരണം ഈ സരിത പിന്നെ രണ്ടാമത്തെ ഇലക്ഷൻ വന്നപ്പോ ഇവരെ കാണാനില്ല. ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പൊ ചാടിക്കളയും. പിന്നെ വേറൊന്ന്, ഇലക്ഷൻ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവര് പറഞ്ഞത് ഇനി ഞാൻ ഈ മനുഷ്യന്റെ കൂടെ ഇല്ല, ഞാൻ പറഞ്ഞല്ലേ പോകാം. ഇവിടത്തെ ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, ആദ്യ ഇലക്ഷൻ കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞപ്പോഴാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? 2021 തെരഞ്ഞെടുപ്പിൽ മുകേഷിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുമ്പോ നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി. അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മാന്യന്റെ പേര്. പക്ഷെ പ്രസിദ്ധീകരിച്ചപ്പോ ആ പേജ് ഒഴിവാക്കി. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കേൾപ്പിച്ചപ്പോ തൃപ്തിയായില്ലടാ. Yeah, I'm here to make you hurt.